സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം, പിന്നെ അതോടൊപ്പം പറയുകയും ചെയ്യാം. ഒരു അഭ്യർത്ഥനയാണ് ഹൃദയപൂർവ്വം പ്രിയപ്പെട്ടവരോട്. മണ്ണാർക്കാടിൻ്റെ നന്മ അത് ഇനിയും നമുക്ക് തുടരാം. MLA നിങ്ങളുടെ സ്വന്തം അഡ്വക്കേറ്റ് N ശംസുദ്ദീൻ. അപ്പോൾ പിന്നെ മൂപ്പര് പറഞ്ഞിട്ടുള്ളത് 2026 ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ ഐക്യദാർഢ്യ സ്ഥാനാർത്ഥിയായി ഞാൻ ജനവിധി തേടുകയാണ്. കഴിഞ്ഞ 3 തവണയായി മണ്ണാർക്കാട് ജനത ഒരു മനസ്സാലെ എന്നിൽ അർപ്പിച്ച വിശ്വാസം പ്രതീക്ഷയും കാത്തു സൂക്ഷിക്കാൻ നാടിൻ്റെ സമഗ്ര വികസനത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കാനും കഴിഞ്ഞു എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കാൻ അവസരം ലഭിച്ചതിലേറെ ചാരിതാർത്ഥ്യമുണ്ട്. ചരിത്രപരമായ ഉത്തരവാദിത്തമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മെ കാത്തിരിക്കുന്നത്. കേരളത്തിൻ്റെ ജനജീവിതം അങ്ങേയറ്റം ദുരിതപൂർണ്ണമാക്കിയ 10 വർഷത്തെ LDF ഭരണം അവസാനിപ്പിക്കുന്നതിനും മതേതര കേരളത്തിൻ്റെ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനും സുവർണാവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ടതില്ലല്ലോ. മണ്ഡലത്തിൽ തുടങ്ങിവെച്ച വികസന പദ്ധതിക്ക് തുടർച്ചയുണ്ടാകാനും പുതിയ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കാനും ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹായവും എനിക്കുണ്ടാകണം. എടത്തനാട്ടുകര മുതൽ ആനക്കട്ടി വരെ വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ മണ്ണാർക്കാട് മണ്ഡലം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ നിയോജക മണ്ഡലം ആയതിനാൽ വളരെ പരിമിതമായ സമയപരിധിക്കുള്ളിൽ എല്ലാവരെയും നേരിൽ കാണാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. ആയതിനാൽ നേരിട്ടുള്ള അഭ്യർത്ഥനയായി പരിഗണിച്ച് എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ MLA ശംസുദ്ദീന് അപ്പോൾ 3 തവണ നമ്മൾ വിജയിപ്പിച്ചു. മണ്ണാർക്കാട്ടുകാരെ സ്നേഹം അത് പ്രത്യേകത തന്നെയാണ്, അതിപ്പോൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഞാൻ നമ്മുടെ MLA ശംസുദ്ദീനോട് എനിക്ക് പറയാനുള്ളത്, അപ്പോൾ ഞാൻ ഉള്ള നെല്ലിപ്പുഴ പാലത്തിൻ്റെ അവിടെയാണ്. അപ്പോൾ ഞാൻ കുറേ നേരം അവിടെ വന്നു നിന്നു. അപ്പോൾ പാലത്തിൻ്റെ അടിയിൽ നമ്മുടെ നെല്ലിപ്പുഴ ഒഴുകുന്നുണ്ട്. അപ്പോൾ പഴയ പാലം, അതായത് നമ്മുടെ പഴയ ബ്രിട്ടീഷ് പാലം എങ്ങനെയാണ് കിടക്കണമെന്നുള്ളത് ഇപ്പോൾ നമ്മുടെ മണ്ണാർക്കാട്ടുകാർക്കൊക്കെ എല്ലാം അറിയാം. കാരണം ഏത് രീതിയിലാണ് അത്, എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. കാരണം എത്രത്തോളം എന്താ പറയുക മോശമായിട്ടാണ് കിടക്കുന്നത്. അതേപോലെ തന്നെ നെല്ലിപ്പുഴ മുഴുവൻ വേസ്റ്റ്, അതായത് പച്ചയ്ക്ക് പറയണോ അതോ പഴുപ്പിച്ച് പറയണോ എന്നറിയില്ല, വളരെ മോശമായിട്ടുള്ള വൃത്തിഹീനമായിട്ടുള്ള വെള്ളമാണ് നമ്മുടെ നെല്ലിപ്പുഴയിൽ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഇവിടുത്തെ കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെയർമാനോട് MLAനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെതിരെ ഒരു നടപടി ഇന്നേവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ പഴയ നെല്ലിപ്പുഴ ബ്രിട്ടീഷ് പാലം ശരിയാക്കി തരാം, അതായത് ഒരു പൈതൃകമായിട്ട് മണ്ണാർക്കാടിന് മുന്നിൽ സമർപ്പിക്കാം എന്നൊക്കെ 2-3 വർഷം മുന്നേ വലിയൊരു വാഗ്ദാനമായിട്ട് മണ്ണാർക്കാട്ടുകാർക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു നടപടി പോലും എടുത്തിട്ടില്ല. അതേപോലെ തന്നെ പാലത്തിൻ്റെ അവസ്ഥ, ബ്രിട്ടീഷ് പാലത്തിൻ്റെ പല സൈഡിലും തൂണും തുരുമ്പും കോൺക്രീറ്റും ഒക്കെ വളരെ എന്താ പറയുക പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായ ഒരു അവസ്ഥയാണ്. അപ്പോൾ ചെറിയ കാറും ബൈക്കൊക്കെ അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ പഴയ പാലത്തിൻ്റെ പ്രൗഢി കാണിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾക്ക് അവിടെ നിന്ന് ഫോട്ടോഷൂട്ട് ചെയ്യാറുണ്ട്, നടക്കാറുണ്ട്, ഇരിക്കാറുണ്ട്, റെസ്റ്റ് ചെയ്യാറുണ്ട്, ചിലപ്പോൾ സംസാരിക്കാനും എല്ലാ കാര്യത്തിനൊക്കെ അവിടെ മണ്ണാർക്കാട്ടുകാർ വരുന്നുണ്ട്. മണ്ണാർക്കാട്ടുകാർ മാത്രമല്ല, പുറത്തുനിന്നുള്ള ആളുകൾ അടക്കം അവിടെ വരാറുണ്ട്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കുന്തിപ്പുഴ വലിയൊരു ബീച്ച് മോഡലാക്കാം, നല്ല രീതിയിലുള്ളൊരു മാറ്റം വരുത്താം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയർമാൻ MLA എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടപ്പിലായിട്ടുമില്ല, ആക്കിയിട്ടുമില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു വ്യത്യാസം, എന്താണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ ഇവിടെ വികസനത്തിൻ്റെ കാര്യം പോട്ടെ, അത് പിന്നെ ഓരോ രീതിയിലും മെല്ലെ മാറ്റാം. പക്ഷേ 15 വർഷമായിട്ടും ചില ആൾക്കാർ ചോദിക്കുകയാണ് മണ്ണാർക്കാട് MLA ശംസുദ്ദീൻ എന്താണ് ഇവിടെ വികസിപ്പിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അതെന്തോ ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. അതൊക്കെ അവരുടേതായ കാര്യം, എനിക്ക് എൻ്റേതായ ഒരു കാര്യം. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ നമ്മുടെ MLA ശംസുദ്ദീനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേമാതിരി ചെയർമാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ മണ്ണാർക്കാടിൽ കോടതിപ്പടി തൊട്ടിട്ട് ഈ നെല്ലിപ്പുഴ ജംഗ്ഷൻ വരെ ചില സമയത്ത് ഭയങ്കര ബ്ലോക്കാണ്, അധികം കോടതിപ്പടി. പിന്നെ അതേപോലെ തന്നെ ടിപ്പു സുൽത്താൻ റോഡിൻ്റെ ഭാഗത്തുമായിട്ടാണ് അധികം തിരക്ക് വരാറ്. അപ്പോൾ നമുക്കൊരു ട്രാഫിക്കിൻ്റെ ഒരു സിഗ്നൽ ലൈറ്റ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ നമുക്കൊരു ട്രാഫിക്കിനെ നിയന്ത്രിക്കാൻ കഴിയും. പിന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, അലക്ഷ്യമായിട്ടുള്ള പാർക്കിംഗ് ആണ്. ബൈക്കായാലും കാറായാലും ഏത് വാഹനമായാലും അലക്ഷ്യമായിട്ട് തോന്നിയ പോലെ
പാർക്കിംഗ് ചെയ്ത് പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ മറ്റുള്ള വാഹനങ്ങൾക്ക് അത് വളരെ പ്രശ്നം തന്നെയാണ്. നീങ്ങാനും പോകാനും എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവം കൂടിയാണ്. അപ്പോൾ അതും കൂടി ഒരു പരിഹാരം ഇതിൽ വരുത്തിത്തരണം എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ പാലത്തെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ കുറേ പറയാണ്ട്. അത് അടിയിക്കടെ ഒന്ന് പോയി നോക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളെയും കുറ്റം പറയല്ല. അതേപോലെ തന്നെ ഇന്ന് രാവിലെ നമ്മളെ ഒരു പ്രേക്ഷകൻ നമ്മളടുത്ത് പറയണ്ടായി. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഞാൻ കാണാറുണ്ട്, യൂട്യൂബൊക്കെ കാണാറുണ്ട്. എൻ്റെ പോസ്റ്റുകളിൽ വരുന്ന അല്ലെങ്കിൽ പോസ്റ്റുകളിൽ പറയണത് ഭയങ്കര ഡോസ് കൂടിയ കാര്യങ്ങളാണ് ഈ പറയുന്നത് എന്നാണ് പറഞ്ഞത്. എന്തോ ചിലപ്പോൾ അവർക്ക് ദഹിക്കില്ല. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാം, ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്തിയിട്ട് പറഞ്ഞിട്ടില്ല എന്നവരെ. ഞാൻ എൻ്റേതായ അഭിപ്രായം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അത് പിന്നെ ആർക്കെങ്കിലും എന്താ പറയുക തെറ്റായിട്ട് തോന്നിയിട്ടില്ല എന്നോട് ക്ഷമിക്കണം. കാരണം ഇത് നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് ഏത് രീതിയിലാവുന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ആരും കണ്ടാലും മിണ്ടാതെ നടക്കുന്ന ഒരു രീതിയും കൂടിയാണ്. അപ്പോൾ ചരിത്രപരമായ ഉത്തരവാദിത്തമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മെ കാത്തിരിക്കുന്നതാണ് നമ്മുടെ ശംസുദ്ദീൻ സാർ പറഞ്ഞിട്ടുള്ളത്. ജനജീവിതം അങ്ങേയറ്റം ദുരിതപൂർണമാക്കിയ 10 വർഷത്തെ LDF ദുർഭരണം അവസാനിപ്പിക്കുന്നതിനും മതേതര കേരളത്തിൻ്റെ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണമെന്നുള്ള സുവർണ അവസരമാണ്. അപ്പോൾ ഞാൻ വേറൊന്ന് പറയാം. ഇപ്പോൾ ഒന്ന് പാലക്കാട് നരേന്ദ്രമോദി വന്നിട്ടുണ്ടായിരുന്നു. നരേന്ദ്രമോദി നമ്മൾ കാണാൻ പോയിട്ടൊന്നുമില്ല, വാർത്തകളിലൊക്കെ കണ്ടു. അതേപോലെ തന്നെ ശശി തരൂരും പിന്നെ തുളസി ടീച്ചറും ഇവരൊക്കെ റോഡ് ഷോ നടത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവരും റോഡ് ഷോ നടത്തിയിട്ടാണ് ആളുകളെ വോട്ട് അഭ്യർത്ഥിക്കാൻ പോവുക. പക്ഷേ ഇവർ കൂട്ടത്തോടെ വന്നിട്ട് നമ്മുടെ അടുത്ത് വോട്ട് അഭ്യർത്ഥിച്ചിട്ട് നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ നടത്തി തരുന്നവരുണ്ട്, അത് ഒഴിവാക്കുന്നവരുണ്ട്. എനിക്ക് പറ്റില്ല, നിങ്ങൾ പിന്നൊരു ദിവസം വരും, അല്ലെങ്കിൽ ആ സാറില്ല അവിടെ, ഈ സാറില്ല അവിടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തിരിപ്പിച്ച് വിടുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് കേട്ടോ. പക്ഷേ ഈ നമ്മുടെ എന്താ പറയുക, ഈ പിന്നെ LDF ഭരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും നമുക്ക് പറയാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം അത്രയും മോശമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസം കേട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി ധാർഷ്ട്യത്തോടുകൂടി പെരുമാറുക, അച്ചടക്ക നടപടി ഇല്ലാതെ, അങ്ങനെ ഇനി പറയാനൊന്നുമില്ല, പറയാതിരിക്കുക നല്ലതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. എന്തുകൊണ്ടും ഞാനിപ്പോൾ ഒരു പാർട്ടിയിലുമില്ല, BJP യിലുമില്ല, കോൺഗ്രസ്സിലുമില്ല, LDF-ലുമില്ല. നമ്മൾ നല്ലതാര് ചെയ്യണോ, നല്ലതാര് കാണിച്ചു തരണോ അത് നമ്മൾ കൈയടിക്കും. തീർച്ചയായിട്ടും അവർക്ക് ഒരു ലൈക്കും കൊടുക്കും. അത് തന്നെയല്ലേ ഏറ്റവും നല്ലൊരു കാര്യം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അങ്ങനെയല്ലേ പറ്റുള്ളൂ. നമ്മൾ മോശമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോശമായി തന്നെ പറയും. നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്ത്. മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ മനുഷ്യത്വത്തിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. തീർച്ചയായിട്ടും അത് എല്ലാ മലയാളി മനസ്സുകളും അങ്ങനെ തന്നെയാണ്. പിന്നെ അടിമകളായിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ എന്ത് ചെയ്താലും അത് ഞങ്ങളല്ല മറ്റൊരു പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ള ആളുകളുടെ ഉത്തരവാദിത്തം അവർ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവം കൂടി ആണ് ഇപ്പോൾ LDF-ൻ്റെ കേട്ടോ, ഞാൻ പറയല്ല. അപ്പോൾ ഇതിൽ പിന്നെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹായകവും എനിക്കുണ്ടാകണം എന്നാണ്. എടത്തനാട്ടുകര മുതൽ ആനക്കട്ടി വരെ വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ മണ്ഡലം സംസ്ഥാനത്ത് തന്നെ, നമ്മുടെ സംസ്ഥാനത്തിലെ ഏറ്റവും കൂടുതൽ വലിയ താലൂക്ക് എന്ന് പറയുന്നത് നമ്മുടെ മണ്ണാർക്കാട് തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ വികസനത്തെ പറ്റി കുറേ വികസനം വരാനുണ്ട് ശരിക്കും. അത് MLA ശംസുദ്ദീൻ ഒന്ന് കറക്റ്റായിട്ട്, കാരണം ഒക്കെ എന്താ അറിയോ, നമ്മുടെ കൂടെ നിന്ന് ചതിക്കുന്ന ആൾക്കാരും കൂടി ഉണ്ട് ഈ കൂട്ടത്തിൽ. UDF-ലുണ്ട്, LDF-ലുണ്ട്. LDF-ലാണ് കൂടുതൽ, അതേപോലെ BJP-യിലുണ്ട്. അപ്പോൾ പിന്നെ അടുത്തത് ഞാൻ പറയാം, നെല്ലിപ്പുഴ നമ്മുടെ ആശുപത്രിപ്പടിയിൽ നല്ലൊരു പിന്നെ എന്താ പറയുക ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞതില്ല. അവിടെ പിന്നെ വലത് സൈഡിൽ ആളുകൾ നിന്നിട്ടാണ് ബസ് കയറാനും, മഴ പെയ്താലും വെയിലാണെങ്കിലും ഒരു വിശ്രമ കേന്ദ്രം ശരിക്കില്ല. അപ്പോൾ അതും കൂടി ഒന്ന് ഈ തെരഞ്ഞെടുപ്പ് എന്തായാലും ഇപ്പോൾ നടക്കില്ല, അത് കഴിഞ്ഞിട്ടേ നടക്കുള്ളൂ. കാരണം ഇപ്പോൾ ഒക്കെ വോട്ടിന് വേണ്ടി അഭ്യർത്ഥനയോടുകൂടി നടക്കേണ്ട സമയം കൂടിയാണ്. അപ്പോൾ അതിന് ചിലപ്പോൾ സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ആശുപത്രിപ്പടിയുടെ പഴയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, അതൊന്നും കൂടി പുതുക്കി പണി എടുത്തിട്ടുണ്ട്. പക്ഷേ ആളുകളൊന്നും അവിടെ ഇരിക്കാൻ പേടിയാണ്. കാരണം ഒക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാമൂഹ്യ വിരുദ്ധർ അവിടെ വന്നിരിക്കാറും അതേപോലെ തന്നെ ഈ കണികണ്ട പരിപാടിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം, കാരണം ഇപ്പോഴത്തെ കാലം വിശ്വസിക്കാൻ കഴിയില്ല. പിന്നെ ശരിക്കും ഞാൻ പ്രധാനമായിട്ടും പറയാൻ വന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട് കാണാൻ, നമ്മുടെ മണ്ണാർക്കാട് കാണാൻ വേണ്ടിയിട്ട്
ഒരുപാട് ആളുകൾ ഓരോ സ്ഥലത്തുനിന്ന് നമ്മുടെ കേരളത്തിന് പുറത്തും കേരളത്തിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ ഒരുപാട് ആളുകൾ മണ്ണാർക്കാട് സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അവരിവിടെ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കാറുണ്ട്. കുന്തിപ്പുഴയിലൊക്കെ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പൊതു കക്കൂസ്, ഒരു ടോയ്ലറ്റ് നിർബന്ധമാണ് ഇവിടെ. അത് കുന്തിപ്പുഴയിലോ അല്ലെങ്കിൽ നമ്മുടെ നെല്ലിപ്പുഴയിലോ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് ശരിക്കും ഒന്ന് ശരിയാക്കി കൊടുക്കേണ്ടത്. അത് ഒന്നാമത്തെ കാര്യം, അത് നമ്മളെ മലയാളികളായ ആളുകൾ അത് എങ്ങനെ ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ള രീതിയും കൂടി ഉണ്ട് അതിൽ. കാരണം ഇപ്പോൾ മൊത്തത്തിൽ അങ്ങനെയാണ്, ഇപ്പം അങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നിരുന്നാലും നമ്മുടെ കടമ, നമ്മുടെ മണ്ണാർക്കാടിൻ്റെ അധികാരികൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കടമയും കൂടി ഉണ്ട്. ഇനി പൂവായിരിക്കുക എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഇവിടെ വരുമ്പോൾ റെസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഹോട്ടലിൽ കയറി ചായ കുടിച്ചിട്ട് വേണം നമ്മളിപ്പോൾ ബാത്റൂമിൽ ചാവി ചോദിക്കേണ്ട ഒരു ആവശ്യം കൂടി. അപ്പോൾ അതും കൂടി ഒന്ന് ശരിയാക്കിയാൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പിന്നെ ട്രാഫിക്കിൻ്റെ സിഗ്നലിൻ്റെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ അധികം വെറുപ്പിക്കുന്നില്ല. പക്ഷേ അതും അത്യാവശ്യമാണ്. കാരണം നമ്മുടെ പുറത്തുള്ള നഗരങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ഈ ട്രാഫിക്കിൻ്റെ സിഗ്നലിൽ കാണാറുണ്ട്. അതാകുമ്പോൾ ഭംഗിക്ക് വേണ്ടി വെക്കണതല്ലല്ലോ. നമ്മുടെ വാഹനങ്ങളിപ്പോൾ ഒന്നാമത് പൊതുനിരത്തിൽ കൂടിയും കൊണ്ടേയിരിക്കുകയാണ്. ഒരു വീട്ടിൽ 4 ബൈക്കും 2 കാറും ഒക്കെയാണ്. അപ്പോൾ ഇവർ ഏത് രീതിയിൽ എപ്പോഴാണ് എങ്ങനെയൊക്കെ എടുത്തു വരികയെന്നറിയില്ല. പിന്നെ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഒരു വലിയൊരു കാറ് കൊണ്ട് നഗരത്തേക്ക് വരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ മൊത്തത്തിൽ ഡൗണാണ്. ബസ്സിനായാലും പിന്നെ ഏത് ടാക്സിക്കായാലും ഒക്കെ എന്താ പറയുക, പ്രൈവറ്റിൻ്റെ മേഖല വന്നതോടുകൂടി ടാക്സി ഒക്കെ പോയി. അപ്പോൾ ഈ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കാറ് കൊണ്ട് ഒരു നഗരത്തിലേക്ക് വരുമ്പോൾ അത് ശരിക്കും ഒരു ഗതാഗത കുരുക്കിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഒന്നുണ്ടായിട്ട് പറയല്ല. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കാറ് കൊണ്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഫൈൻ അടിക്കാനുള്ളൊരു സംവിധാനം കൂടി ഉണ്ടാക്കണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുനിസിപ്പാലിറ്റിക്ക് അത് ഒരു വരുമാനം തന്നെയാണ്. കാരണം ഒരാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ മുടക്കിയ ഒരു കാറ്, അത് അവനവൻ്റെ സ്വപ്നം തന്നെ ആയിരിക്കാം. എന്നാലും അവൻ്റെ സ്വപ്നം ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് പ്രശ്നം തന്നെയാവും തീർച്ചയായിട്ടും. അത് ഞാൻ ഒരു വൈരാഗ്യത്തിൻ്റെ പേരിലോ ദേഷ്യത്തിൻ്റെ പേരിലോ അവഗണിച്ചുകൊണ്ടോ പറയല്ല. നമ്മളൊക്കെ എന്ന് മുതലാണ് ഈ ആഡംബര വാഹനങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്? കുറച്ച് ചക്രം വന്നപ്പോഴാണ്. അപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചക്രം തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ഒന്ന് പരിഗണിച്ചാൽ അതെങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടേതായ അഭിപ്രായങ്ങൾ നമ്മൾ പറയും. അതിന് നിങ്ങൾ ഒരിക്കലും ദേഷ്യപ്പെടരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പിന്നെ ഇവിടെ ചില സമയത്തൊക്കെ റോഡിൽ അതായത് പൊതുമര്യാദകൾ പാലിക്കാതെ പോണ വാഹനങ്ങളുണ്ട്. അത് ബസ്സായിക്കോട്ടെ, കൂടുതലും ബസ്സുകളാണ്. കാരണം അവർ ഒന്ന് വാഹനം ഒതുക്കി നിർത്താൻ അവർക്ക് സമയമില്ല. ചില ബസ്സുകളൊക്കെ അധികം കാണാറുണ്ട് റോഡിൻ്റെ നടുക്കിൽ കൊടുന്ന് നിർത്തിയിട്ട് അവർ ആളെ ഇറക്കുക, ആളെ കയറ്റുക. ആ പരിപാടി ശരിക്കും ഒരു എന്താ പറയുക, തെറ്റായ രീതിയാണ്. അതിന് ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ടീം ഇടപെട്ടിട്ടും പ്രയോജനമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ അത് ചെയ്യുള്ളൂ. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കാറ് കൊണ്ട് വന്ന് ഗതാഗത കുരുക്കിൽ പെടുത്തുകയാണ്. പിന്നെ കൃത്യനിഷ്ഠതയോടുകൂടി വാഹനം ഇവിടെ ആരും ഓടിക്കുന്നില്ല. നമ്മൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് ട്രാഫിക്കിൻ്റെ ലൈന് തെറ്റിക്കാതെ നിങ്ങൾ വാഹനം ഓടിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ നടുവിൽ 2 വശങ്ങളിലും വെള്ള വരകളുണ്ട്, വിട്ട് പോണ വരകളുണ്ട്, നീളത്തിൽ പോണതും ഒക്കെ ചതുരത്തിലും ക്രോസിലൊക്കെ പോകണുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മുടെ മലയാളികളായ ഡ്രൈവർമാർക്ക് അറിയാഞ്ഞിട്ടല്ല കേട്ടോ. കാരണം ഇവരൊക്കെ വിദേശങ്ങളിൽ പോയിട്ട് വാഹനം ഓടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടുത്തെ നിയമം വേറെ, ഇവിടുത്തെ നിയമം വേറെ. അപ്പോൾ അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു അഹങ്കാരത്തിൻ്റെ ഡ്രൈവിംഗാണ്. അതൊരിക്കലും പാടില്ല. നമ്മൾ പ്രത്യേകിച്ച് ഏറ്റവും വലിയ ഈ റോഡിൽ നമ്മൾ മുൻഗണന കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽനട യാത്രക്കാർക്കാണ്. അതേപോലെ തന്നെ പക്ഷികൾക്ക്, അതായത് ഈ ചിലപ്പോൾ മയിലും അങ്ങനെ ഈ കാട്ടിനുള്ളിലേക്ക് പോകുമ്പോൾ ഓരോ ജീവികൾ ഇറങ്ങി വരും. അവർക്കാണ് നമ്മൾ
ശരിക്കും എന്താ പറയുക മുൻഗണന കൊടുക്കേണ്ടത്. അതാണ് നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ ഏറ്റവും വലിയ മികച്ച രീതി. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം അതേപോലെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിന്ന് വായിച്ചാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഡ്രൈവിംഗ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല എന്താ പറയുക കോൺഫിഡൻസ് ഉണ്ടാവും, നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ വാഹനം എത്ര സ്പീഡിലാണോ വാഹനം ഓടിക്കുന്നത് ആ ഓടിക്കുന്നതിൻ്റെ പകുതി നിങ്ങൾ സ്കാൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ആളുകൾ പെട്ടെന്ന് ചാടുന്നുണ്ടോ, പെട്ടെന്ന് അതേമാതിരി വാഹനങ്ങൾ പെട്ടെന്ന് ഇറങ്ങാനും അതേപോലെ ഓടിക്കാനും തിരിക്കാനൊക്കെ നമുക്കത് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതും കൂടി ഒന്ന് പരിഗണിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇപ്പോൾ ഈ പാലക്കാട് ജില്ലയിൽ ഭയങ്കര ചൂടാണ്. ചൂടിൽ രാഷ്ട്രീയത്തിൻ്റെ ചൂടാണ് അതിലും കൂടുതൽ. ഇപ്പോൾ ആരൊക്കെ ജയിപ്പിക്കും, ആർക്കൊക്കെ സ്ഥാനം കിട്ടും എന്നുള്ളൊരു ആകാംക്ഷയിൽ നടക്കുകയാണ്, ഒരു തരം ഭയം. കാരണം ഈ സർക്കാർ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ മൊത്തം ജനങ്ങളാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ പറയും പിന്നെ BJP ജയിക്കും, ചില ആൾക്കാർ പറയും ഭരണം ഞങ്ങൾ തുടരും, കോൺഗ്രസ്സുകാർ പറയും കേരളം കാക്കാൻ ഞങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് ആര് പറഞ്ഞാലും ജനങ്ങളാണ് തീരുമാനിക്കുക. തമ്മിൽ അടി കൂടിയിട്ടും കച്ചറുണ്ടാക്കിയിട്ടൊക്കെ എന്താണ് കാര്യം? ഒരു കാര്യമില്ല. പരമാവധി നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഏകദേശം. പക്ഷെ വേറൊന്നുണ്ട് കേട്ടോ, ഈ പിന്നെ ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് വായിച്ചാട്ടോ, പിന്നെ കുറ്റപ്പെടുത്താൻ വരരുത്. തീക്കൊള്ളി പോയിട്ട് വിറകിനോട് ചോദിക്കുകയാണ് എനിക്കൊരു അവസരം തരുമോ എന്ന്. അപ്പോൾ തീക്കൊള്ളി വിറക് അവസരം കൊടുത്താൽ എന്തായിരിക്കും അവസരം? ആ വിറകിന് പിന്നെ വിറകായിട്ടിരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല, അത് കത്തിച്ചാമ്പലാവും. അപ്പോൾ BJPയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ നമ്മുടെ കേരളത്തിൽ വികസനം കൊണ്ടുവരും, രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ പറഞ്ഞു, സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞു, എയിംസ് വരും, മറ്റേ മോനെ മറിച്ചേ മോനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ BJP ഭരിക്കുന്ന ഗുജറാത്തും യോഗി ഭരിക്കുന്ന എന്താ പറയുക പിന്നെ UP ഒക്കെ നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അവിടെ ചാണകം തീറ്റിച്ചതും ക്രിസ്മസ് അതേപോലെ പെരുന്നാൾ, ഓണം, വിഷു ഇതൊന്നും നമുക്ക് ഒരിക്കലും ആഘോഷിക്കാൻ പറ്റില്ല, ഉറപ്പായിട്ട് ഞാൻ പറയാം. നമ്മളിപ്പോൾ കണ്ടാൽ മിണ്ടുന്നില്ല, ഇപ്പോൾ പരസ്പരം കണ്ടാൽ സംസാരിക്കുന്നില്ല. പക്ഷേ ഇത് അവർ ഇനി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്രയും ഉണ്ടാവില്ല, കണ്ടാൽ മിണ്ടാനും സമയം ഉണ്ടാവില്ല. നമുക്ക് ചിലപ്പോൾ എന്താ പറയുക ആയുധങ്ങൾ കൊണ്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറയുക, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുക. അതൊക്കെയാണ് ഈ BJP വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം. അതിപ്പോൾ എല്ലാവരും പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഞാനും പറയാമെന്നല്ല കേട്ടോ, ഏകദേശമൊക്കെ നമുക്ക് ഒരു എന്താ പറയുക അവസ്ഥകൾ അങ്ങനെയാണ്. അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ മനുഷ്യനല്ലാതെയും മാറും. അങ്ങനെ മനുഷ്യനല്ലാതെയും മാറുമ്പോൾ നമ്മൾ ശരിക്കൊരു എന്താ പറയുക രാഷ്ട്രീയക്കാരനാവും. അത് ഇനി വേറെ ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ നമ്മുടെ മണ്ണാർക്കാട് പാലക്കാട് കോഴിക്കോട് ദേശീയ പാതയിൽ ഈ സീബ്ര ലൈനുകളൊന്നും കറക്റ്റായിട്ട് കാണുന്നില്ല. അതായത് ആളുകൾക്ക് എവിടെ പോകണം, ഏതിലൂടെ പോകണം എന്നുള്ള വിവരം എന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തി പറയല്ല, അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവരങ്ങനെ പോവുകയാണ്. അതപ്പോൾ അവരെ കുറ്റം പറയല്ല ഒരിക്കലും. ശരിക്കും നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട വരകളെന്ന് പറഞ്ഞാൽ സീബ്ര ലൈനിലൂടെ മാത്രമേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അത് മറിച്ച് അലക്ഷ്യമായിട്ട് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വിദേശത്തൊക്കെ, അതായത് ദുബായിലൊക്കെ ശരിക്കും ഫൈനാണ്. ശരിക്കും അങ്ങനത്തെ ഒരു സിസ്റ്റം കൂടി ഇവിടെ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാൽ മാത്രമാണ് ആളുകൾക്ക് ഒരു പൊതുബോധം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ പൊതുബോധം ഉണ്ടാവണമെങ്കിൽ ഇവിടെ നിയമം ശക്തമാവണം. നിയമം ശക്തമാവുക പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചില വീഡിയോയിൽ കാണാറുണ്ട്, പോലീസിനെ തെറി പറയുക, നടു റോഡിൽ പ്രൈവറ്റ് ബസ്സിനെ കല്ലെറിയുക, ഡ്രൈവറെ പിടിച്ചിറക്കി തല്ലുക, അതേപോലെ പലതും. ഇനിയിപ്പോൾ ഓരോ കാരണങ്ങൾ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ KSRTC വല്ല ബസ്സിലും പോയിട്ട് അല്ല വല്ല വാഹനങ്ങളിലും പോയിട്ട് ഇടിച്ചിട്ട് ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ ഒരാളും ചോദ്യം ചെയ്യാൻ പോവില്ല, ഒരാളും എന്താ പറയുക ഒന്നും ചോദിക്കില്ല. അവർ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കും. അത് വീഡിയോ എടുത്തുകൊണ്ട് അവിടെ അത് തട്ടി ഇത് തട്ടി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അവർ. അല്ലാതെ അങ്ങനെയാണ്. ഇനിയിപ്പോൾ മലയാളികളെ പ്രത്യേക സ്വഭാവം എടുത്ത് പറയേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം കൂടി ഇതാണ് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രേക്ഷകരോട്, എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാൻ, അതായത് ഒന്നും ആൾക്കാരില്ല കേട്ടോ. അത് പിന്നെ എന്താണ് സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, സത്യം പറയാം. ഞാൻ ഒരാൾ ഇങ്ങനെയൊന്നും ഉള്ള കാര്യം തുറന്നു പറയും. അത് കണ്ടത് പറഞ്ഞാൽ കഞ്ഞിയില്ല എന്നൊരു ചൊല്ലുണ്ട്, അതേപോലെയാണ്. അപ്പോൾ പരമാവധി ഞാൻ ശരിക്കും ഇന്നെ മനസ്സിലാക്കിയില്ല എന്നും കൂടി പറയില്ല. അപ്പോൾ സിമ്പതി നേടാൻ വേണ്ടി പറയുന്നില്ല കേട്ടോ. നമ്മൾ ഒന്നും മിണ്ടാതെ കാണരുത്, കേൾക്കരുത്, പറയരുത്. അതാണ് ശരിക്കുള്ളൊരു സിസ്റ്റം എന്ന് പറയുന്നത്. അവരെന്തോ ചെയ്തോട്ടെ, നമ്മളത് കാണരുത്. അവരെന്തോ പറഞ്ഞോട്ടെ, നമ്മളത് മിണ്ടരുത്. അതാണ് ശരിക്കും. പക്ഷേ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഭ്രാന്തനായി പോവും. അപ്പോൾ പിന്നെ എന്താണ് പറയുക? ശരിക്കും നമുക്ക് ഈ ആംബുലൻസിൻ്റെ പിന്നാലെ പോണ ആൾക്കാരെ നമുക്ക് ചിലപ്പോൾ കാണാം. അത് വലിയ ഡേഞ്ചറാണ്. ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. ആംബുലൻസ് അതിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ ബൈക്കുകാരും കാറുകാരുമാണ് അധികം പോവുക. പക്ഷേ ഏറ്റവും വലിയ ഡേഞ്ചറായിട്ടുള്ള സംഭവം കൂടിയാണത്. എന്തോ അവർ ചെയ്യണത് അവർക്ക് തന്നെ കിട്ടും, ഞാൻ ചെയ്യണത് എനിക്ക് തന്നെ കിട്ടും. അത് കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇത്ര നമ്മൾ ആരെ വേദനിപ്പിച്ചോ, നമ്മൾ ആ ഒരു സമയത്ത്, ഇപ്പോഴല്ല കേട്ടോ, പിന്നീട് ആ ഒരു സമയം വരുമ്പോൾ കറക്റ്റായിട്ട് നമ്മളത് വേദനിക്കുന്ന പറയാം. എന്തോ ചില സമയങ്ങളിലൊക്കെ എന്താ പറയുക, വല്ലാതെ ഒറ്റപ്പെട്ടു പോവുക. ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞത് ഒറ്റയ്ക്കാവണമല്ല കേട്ടോ. ഞാൻ ആദ്യം മിണ്ടാനും പറയാനും ആരും ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ അതാണ് ശരിക്കുള്ള ഒറ്റപ്പെടുക എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒറ്റപ്പെടലിൻ്റെ കാര്യം പറഞ്ഞ് നമ്മളങ്ങനെ കുന്തിപ്പുഴയിലെത്തി. കുന്തിപ്പുഴയിൽ അവിടുന്ന് പറഞ്ഞ പോലെ പിന്നെ ഇവിടെ ഒരു ബീച്ച് മോഡൽ ആക്കാം എന്ന് നമ്മുടെ MLA ശംസുദ്ദീൻ പറയണ്ടായി. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും പറയുന്നില്ല. അതൊക്കെ ചിലതൊക്കെ വാക്കുകളിൽ മാത്രമായിരിക്കും, ചിലതൊക്കെ പ്രവൃത്തികളിലും ഉണ്ടാവും, ചിലത് ഒന്നിലും ഉണ്ടാവില്ല. എന്തോ